ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇഫ്താറിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മളെ വീട്ടിലൊക്കെ എന്തായാലും പൈനാപ്പിളും കാര്യങ്ങളൊക്കെ ഈ ഒരു നോമ്പിലുണ്ടാവില്ലേ. അപ്പോൾ പൈനാപ്പിൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ട് ഐറ്റംസ് ആണ് കാണിക്കുന്നത്. അതിനായിട്ട് ഇതാ പൈനാപ്പിൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടോ. ഞാനിപ്പോൾ ഒരു 4 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പിലേക്ക്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് പൈനാപ്പിളും പഞ്ചസാരയും ഒന്ന് നന്നാക്കിയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് പൈനാപ്പിളിൻ്റെ നമ്മുടെ ജെല്ലി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. പക്ഷേ ജെല്ലി എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ പൈനാപ്പിളിൻ്റെ ജാമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് ഷുഗറിലൊക്കെ ഒന്ന് കോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്. പിന്നെ മിൽക്ക് മേഡും ആണല്ലേ. മിൽക്ക് മേഡും ഫ്രഷ് ക്രീമും ചേർന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്താ ഞാനിപ്പോൾ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അമൂലിൻ്റെ ഫ്രഷ് ക്രീം കേട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 4 പേർക്കുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിതിലേക്ക് ഇപ്പോൾ പഞ്ചസാര നമ്മുടെ പൈനാപ്പിളിൽ ചേർത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ മധുരത്തിനായിട്ട് മിൽക്ക് മേഡാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പൈനാപ്പിളിൻ്റെ ജാമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ജെല്ലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഷുഗറിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിളും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. പണി കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ്. അതുപോലെ നമുക്ക് ഈദിനൊക്കെ ഗസ്റ്റാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അല്ലെങ്കിൽ നമുക്ക് അധികം സമയമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാലും അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി മസ്റ്റായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും എന്ന അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഇഫ്താറിനൊക്കെ നമുക്ക് കുട്ടികൾക്കും ഇനിയിപ്പോൾ നമുക്ക് വലിയവർക്ക് തന്നെ കഴിക്കാൻ പറ്റില്ല. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും തയ്യാറാക്കി നോക്കൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.